എങ്കിൽ സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ജീവന് വേണ്ടി ഓസോൺ. ഒറ്റവരിയിൽ കാര്യം പറയുന്നു. അതെ, കാരണം ആ വിഷയങ്ങൾക്ക് അത്രയും അടിയന്തര ശ്രദ്ധ വേണം. അതേസമയം മാർച്ച് 3 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം അല്പം വ്യത്യസ്തമാണ്. വന്യജീവി സംരക്ഷണ ധനകാര്യം, ജനങ്ങളിലും ഗ്രഹത്തിലും നിക്ഷേപം. ഓ, അതൊരു നയപരമായ കാര്യമാണല്ലോ. അതെ, ഇത് കുറച്ചുകൂടി നയപരമായൊരു കാര്യമാണ് പറയുന്നത്. സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പണം ആവശ്യമാണ്. അതിനുള്ള നിക്ഷേപം കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യമാണ് അവിടെ ഊന്നി പറയുന്നത്. അതുപോലെ മാർച്ച് 21 ലോക വനദിനത്തിന്റെ പ്രമേയം വനവും ഭക്ഷണവും എന്നാണ്. വനവും ഭക്ഷണവും. അതെ, വനങ്ങളും നമ്മുടെ ഭക്ഷ്യസുരക്ഷയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചാണത് ഓർമ്മിപ്പിക്കുന്നത്. ഈ ദിനാചരണങ്ങളെല്ലാം നല്ല ഓർമ്മപ്പെടുത്തലുകളാണ്. പക്ഷേ വർഷത്തിൽ ഒരു ദിവസം ഓർത്താൽ മാത്രം മതിയോ? പോരാ. ഈ ആശയങ്ങളെ വർഷം മുഴുവൻ മുന്നോട്ടു കൊണ്ടുപോകാൻ ചില സംഘടനകളുണ്ട്. ആരാണവർ? അവിടെയാണ് IUCN പോലുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി വരുന്നത്, അല്ലേ? തീർച്ചയായും. 1948 തുടങ്ങിയ ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന. അതെ. അവരെപ്പോലുള്ള സംഘടനകളില്ലെങ്കിൽ ഈ ദിനാചരണങ്ങൾ വെറും ചടങ്ങുകളായി മാറും. IUCNന്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് റെഡ് ഡേറ്റ ബുക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ഒരു ആഗോള പട്ടിക. ഒരു ഫോറസ്റ്റ് ഓഫീസർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു റെഫറൻസാണത്. ഇവിടെ എനിക്കൊരു സംശയം. നമ്മുടെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഈ റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് നമ്മൾ അഭിമാനത്തോടെയാണോ അതോ ആശങ്കയോടെയാണോ കാണേണ്ടത്? വളരെ നല്ല ചോദ്യം. ടാഗ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്? അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് തീർച്ചയായും ആശങ്കയാണ്. കാരണം അവിടത്തെ ആവാസവ്യവസ്ഥയും ജീവജാലങ്ങളും ഭീഷണിയിലാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ശരി. എന്നാൽ മറുവശത്ത് ഈ ടാഗ് കിട്ടുന്നതോടെ ആ പ്രദേശത്തിന് ആഗോള ശ്രദ്ധ ലഭിക്കും. സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് വരാനും കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കാനും അത് സഹായിക്കും. അപ്പോൾ ഒരു ഓഫീസർ എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടുകയാണ്. നിങ്ങളുടെ പ്രവർത്തനം ലോകം നിരീക്ഷിക്കുന്നു എന്നൊരു ബോധ്യം വരും. അപ്പോൾ IUCN പോലുള്ള സംഘടനകൾ ഒരു വശത്ത്, എന്നാൽ കുറച്ചുകൂടി വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയുള്ള സംഘടനകളുമുണ്ട്. WWF, അതായത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. അവരുടെ പാണ്ട ലോഗോ എല്ലാവർക്കും അറിയാം. അതെ. പിന്നെ ഗ്രീൻ പീസ്, അവരെ പ്രകൃതിരക്ഷയുടെ കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് ഇവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം? പ്രധാന വ്യത്യാസം